കാണാം. വഹും യസ്തരിഖൂൻ, നരകത്തിലുള്ള മനുഷ്യന്മാരെ അട്ടഹസിക്കും എന്നാണ് ആയത്തിന്റെ അർത്ഥം. അട്ടഹസിക്കും. അട്ടഹസിച്ചിട്ട് ചോദിക്കും അത്രേ റബ്ബനാൻ, നരകക്കാരെ വിളിക്കണത് റബ്ബനാൻ. അപ്പൊ അള്ളാഹു ചോദിക്കും, എന്താ നിങ്ങൾക്ക് വേണ്ടത്? കുറെ സമയം വിളിച്ചുകൊണ്ടിരിക്കണത്, എന്താ വിളി, എന്താ താല്പര്യം എന്ന്? വാട്ട് യു വാണ്ട്? നിങ്ങൾക്ക് എന്താ ആവശ്യം? അഖ്രിജ്ന, ഒന്ന് നരകത്തുനിന്ന് പുറത്തെടുക്കാവോ? എന്തിന് നരകത്തുനിന്ന് എന്തിനാ പുറത്തെടുക്കണത്? നിങ്ങൾക്ക് എന്നിട്ട് നരകത്തുനിന്ന് പുറത്തെടുത്തിട്ട് എന്താ വേണ്ടത്? ഭാര്യനെ വേണം? അല്ല. മക്കളെ വേണം? അല്ല. നീ സ്ഥിരമായി കൊണ്ടു നടന്ന 2 വലിയ ഫോണും ചെറിയ ഫോണും? ഒന്നുമല്ല. പിന്നെന്താ വേണ്ടേ? സമ്പത്താണോ? അല്ല. വാഹനം? അല്ല. പിന്നെ എന്താണ്? പറയൂ. കുറച്ച് സമയം തരാമോ? അതിന് സൂറത്ത് തന്നെ തുടരുന്നു, നിഅമൽ സ്വാലിഹ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തോളാം. അത് വെറുതെ. നീയോ നല്ല കാര്യങ്ങൾ ചെയ്യാനോ? നിന്നെ ഒന്നും കൂടി ദുനിയാവിലേക്ക് അയക്കണം എന്നല്ലേ താല്പര്യം? അതെ. എന്നിട്ട് കുറച്ച് സമയം തരണം എന്നല്ലേ ആഗ്രഹം? അതെ. എന്നിട്ട് നീ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യും എന്നല്ലേ വർത്താനം? അതെ. ഇല്ലടോ. അപ്പൊ അയാൾ തിരിച്ച് വൈറല്ലതീ കുഞ്ഞാന അമൽ, പണ്ട് ചെയ്ത ഒരു പൊട്ടം കളിയും ഞാൻ കളിക്കൂല. 9 മണിക്ക് ഉറങ്ങും, ഇശാൻസ്കരിച്ചോട്ടിന് ഉറങ്ങും, അങ്ങനത്തെ പൊട്ടം കളിയൊന്നുമില്ല. ഞാൻ എന്തായാലും നന്മ ചെയ്തോളാം. അപ്പൊ അള്ളാഹു ചോദിക്കും, അപ്പൊ അന്ന് നീ മരിക്കണതിന് പോലെ ലൈഫ് നിനക്ക് ദുനിയാവിൽ ഉണ്ടായിരുന്നു. ആ കാലത്ത് എന്താ ഈ പറഞ്ഞ ഡയലോഗിലുള്ള വർത്തമാനങ്ങൾ ഇല്ലാതിരുന്നത്, നന്മകളൊന്നും ചെയ്യാതിരുന്നത്? അത് പിന്നെ എങ്ങനെ പറയലെന്നല്ല, പറഞ്ഞോളൂ. എന്താ വിഷയം പറയും? അത് ഞാൻ പെട്ടെന്ന് മരിച്ച ആളായിരുന്നു. ഡിഗ്രി ഫൈനൽ ഇയറൊക്കെ കഴിഞ്ഞ്. ശരി. എത്ര വയസ്സിലാണ് മരിച്ചത്? 21-ാം വയസ്സിൽ പെട്ടെന്ന് ഒരു അസുഖം വന്ന് മരിച്ച. അങ്ങനെ. നീയോ? ഞാൻ കുറച്ചൊക്കെ ഒന്ന് നന്നാവണം എന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ അങ്ങനെ വന്ന് 25-ാം വയസ്സിലാണ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു താല്പര്യം നന്നാവും മാത്രമുള്ള ആയുഷ്കാലം ഒന്നും കിട്ടിയില്ല, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. അതെ റബ്ബേ, അതന്നെ പ്ലീസ്. അപ്പൊ അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം. ചോദ്യം ഇങ്ങനെയുള്ളൂ, അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. സാർ എത്ര വയസ്സ് പറഞ്ഞു? 21. യു 24. 18 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ടല്ലോ, പ്ലസ് 3 കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട്. 20 വയസ്സുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാർ സ്വർഗത്തിലുണ്ട്, പ്ലസ് 5 കൊല്ലം നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നന്നാവാൻ മാത്രമുള്ള കാലമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് അവരൊക്കെ മനസ്സിലായത്. പ്ലസ് 5 കൊല്ലം 3 കൊല്ലം കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വജാഅകുമുൻ നദീർ, ഈ ആയത്തോതിയിട്ട് അന്ന് യുവകൂട്ടായ്മയുടെ ഒരു പ്രോഗ്രാമിന് ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കുകയും ചെയ്തില്ലേ? ഇല്ലേ? അന്ന് രാത്രി സാർ എത്ര മണിക്ക് ഉറങ്ങിയത്? ലാസ്റ്റ് സീൻ ടുഡേ 1:33. അപ്പൊ നമുക്കൊരു വീണ്ടും വിചാരങ്ങളുണ്ടാകും.